മോദിയല്ല രാഹുലായിരുന്നു പ്രധാനമന്ത്രി ആവേണ്ടത്. മോദിയുടെ പേരിൽ തിരഞ്ഞെടുപ്പ് നേരിട്ട BJPക്ക് തോൽവിയാണ് ഉണ്ടായത്. സഖ്യകക്ഷികളാണ് BJPയെ നാണക്കേടിൽ നിന്ന് രക്ഷിച്ചത്. അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിച്ചേന്. ഇത് എന്റെയോ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന്റെയോ പ്രതിപക്ഷ നേതാവിന്റെയോ വാക്കുകളല്ല, മറിച്ച് BJP നേതാവിന്റെ വാക്കുകളാണ്. BJP നേതാവിന്റെ വായിൽ നിന്ന് വന്ന ഈ വാക്കുകൾ കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് മോദിയും ഷായും. ഏക് അകേലെ മോദി എന്നും മോദി ഹേ തോ മുൻകിൻ ഹേ എന്നും മോദിക്ക് ഗ്യാരണ്ടി എന്നും മാത്രം പറഞ്ഞ് മോദി ഒരാളുടെ പേരിലാണ് BJPയും എൻഡിക്കൂട്ടവും തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ ഫലം വന്നപ്പോൾ 400 പാറിക്കാൻ പോയിട്ട് 240 ഒതുങ്ങി മോദി. മോദിയുടെ പേര് പറഞ്ഞാൽ വോട്ട് കിട്ടില്ലെന്ന അവസ്ഥയായി. എവിടെയൊക്കെ മോദി പ്രചാരണം നടത്തിയോ അവിടെയൊക്കെ BJP തോറ്റു തുന്നം പാടി. ഈ അവസരത്തിലാണ് BJP നേതാവിന്റെ ഈ വാക്കുകൾ. അദ്ദേഹം ഇതുകൂടി പറഞ്ഞു, മോദിയുടെ പേരിൽ തിരഞ്ഞെടുപ്പ് നേരിട്ടാൽ BJPക്ക് 200 സീറ്റ് പോലും ലഭിക്കില്ലായിരുന്നു. ND മുഴുവൻ ചേർന്നാൽ പോലും 250 തേക്കില്ലായിരുന്നു. ബീഹാറിലെ BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സഞ്ജയ് പാസ്വാന്റെ വാക്കുകളാണിത്. ബീഹാറിലെ സീറ്റുകളുടെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബീഹാറിൽ BJPക്ക് 12 സീറ്റും NDക്ക് 30 സീറ്റും ലഭിക്കാൻ കാരണം നിതീഷ് കുമാർ മാത്രമാണ്. നിതീഷ് കൂടെ ഇല്ലായിരുന്നെങ്കിൽ BJP ഒരു സീറ്റിൽ പോലും ജയിക്കില്ലായിരുന്നു. ഇതാണ് സത്യം. ഇത് തുറന്നു സമ്മതിക്കുന്നതിൽ തനിക്ക് ഒരു മടിയുമില്ലെന്നാണ് മുൻ കേന്ദ്രമന്ത്രിയായ ഇദ്ദേഹം പറഞ്ഞത്. ബീഹാറിൽ 2 ശക്തികളുടെ ധ്രുവീകരണമാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്ന് തേജസ്വി യാദവ്, പിന്നെ ജനനേതാവായ നിതീഷ് കുമാർ. ഇതിനിടയിൽ മോദിക്ക് ഒരു പ്രഭാവവുമില്ല. ഒരു ഭാഗം നിതീഷിന്റെ കൂടെ, ബാക്കി തേജസ്വിയുടെ കൂടെ. അങ്ങനെയാണ് ബീഹാറിലെ രാഷ്ട്രീയ സ്ഥിതി. ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു നിന്നതെങ്കിൽ ബീഹാറിൽ 30 സീറ്റുകൾ നേടിയ NDക്ക് 0 ലഭിക്കുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അങ്ങനെ BJP നേതാക്കളും സത്യം തിരിച്ചറിയാനും തുറന്നു പറയാനും തുടങ്ങി. തിരക്കിട്ട് അയോധ്യയിൽ പണി പൂർത്തിയാവാത്ത രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുമ്പോൾ മോദി വിചാരിച്ചത് അതിന്റെ പേരിൽ UPയിലെ 80 സീറ്റുകളും വിജയിക്കുമെന്നായിരുന്നു. എന്നാൽ UPയിലാണ് BJPക്ക് ഏറ്റവും കനത്ത തിരിച്ചടി നേരിട്ടത്. സീറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യത്തെ 64-ൽ നിന്ന് ഏതാണ്ട് പകുതിയായി കുറഞ്ഞ് 33-ലെത്തി. അയോധ്യ പോലും കൈവിട്ടുപോയി. മോദി പോലും ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തെ 4,80,000-ൽ നിന്നും 1/3 താഴെയായി കുറഞ്ഞ് 1,50,000 വോട്ടിനാണ് കഷ്ടിച്ച് കടന്നുകൂടിയത്. ഇലക്ഷന് ശേഷം മോദിയുടെ ഗ്രാഫ് കുത്തനെ താഴോട്ട് പതിക്കുകയാണ്. അതുപോലെ രാജ്യമെങ്ങും ഏറ്റവും ജനസമ്മതിയുള്ള നേതാവായി രാഹുൽ ഗാന്ധി വളർന്നിരിക്കുന്നു. പല ഗോദി മീഡിയകൾ പോലും അവർക്ക് അപ്രിയമായ ഈ സത്യം അംഗീകരിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് അതീവ ഗുരുതരമായി ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടവർ മാത്രമാണ്. പക്ഷേ അവർ എന്നെങ്കിലും വിവേകമുള്ളവരായി മാറുമെന്ന് വിചാരിക്കുന്നത് അസംഭവ്യമാണ്. അത്രത്തോളം അവരുടെ ബൗദ്ധിക നിലവാരം അധപതിച്ചിരിക്കുന്നു.